വിശദാംശങ്ങളിലേക്ക് പോകാം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 273 200-ലധികം പേർ ഇനിയും കാണാമറയത്ത്. രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുകയാണ്. കൂടുതൽ യന്ത്രസാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങൾ റിയാസ് KMR നൽകും. റിയാസ്, രക്ഷാപ്രവർത്തനം തുടരുന്നു. അതിനിടെ വലിയ മഴയുടെ ഭീഷണിയും നിലനിൽക്കുന്നു. മണ്ണിടിച്ചിൽ ഭയമുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം? ഫിജി പുഞ്ചിരിമൊട്ടയിൽ നിന്നും രക്ഷാപ്രവർത്തകരെ മാറ്റുകയും പുഞ്ചിരിമൊട്ടയിലെ രക്ഷാദൌത്യം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. ഫിജി സൂചിപ്പിച്ചതുപോലെ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് രക്ഷാപ്രവർത്തകരെ അവിടെ നിന്നും മാറ്റിയത്. ഇപ്പോൾ പ്രധാനമായി ഈ കനത്ത മഴയത്തും ജോലി തുടരുന്നത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം തന്നെയാണ്. അത് അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അവിടെയും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെയുള്ള കനത്ത മഴ തന്നെയാണ്. എന്നാൽ ആ മഴയെ ഒന്നും വകവെക്കാതെയാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ തുടരുന്നത്. അല്പം മുൻപ് ഇവിടെ ചൂരൽമലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളും എത്തിയിരുന്നു. അവരെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രക്ഷാദൌത്യം താൽക്കാലികമായി തന്നെ പുഞ്ചിരിമൊട്ടയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി അത് പൂർണ്ണമായ അർത്ഥത്തിൽ സ്ഥാപിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള രക്ഷാദൌത്യം ഊർജിതപ്പെടുത്തും. അവിടെ ഒരാൾ പോലും ജീവനോടെ ഇല്ല എന്നാണ് സൈന്യം ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഈ നേരത്തെ മുണ്ടക്കൈ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ നാമാവശേഷമായി പോയിരിക്കുന്നു എന്ന വളരെയധികം സങ്കടകരമായ ഒരു വിവരം അവർ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് സംഘമുള്ളത്. എന്തായാലും ജീവനോടെ ഒരാൾ പോലും ഇനി അവിടെ ഇല്ല, അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മരിച്ചവർ ഒരുപക്ഷെ അവിടെ തന്നെ ജീവനോടെ അവരെ രക്ഷിക്കാൻ കഴിയാതെ പോയവർ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയും അതിലില്ലേ റിയാസ്? തീർച്ചയായും മൃതദേഹാവശിഷ്ടങ്ങൾ ഇനിയും കിട്ടിയേക്കുമെന്നുള്ളൊരു സൂചന തന്നെയാണ് സൈന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ വയനാടിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. ഈ പുഞ്ചിരിമൊട്ടയിലും ഒപ്പം അട്ടമലയിലും ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം തന്നെ മഴ കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും, അതായത് പുഞ്ചിരിമൊട്ടയിൽ ഒരു പക്ഷേ ഇന്ന് രക്ഷാപ്രവർത്തനം ഉണ്ടാകണമെന്നില്ല, പക്ഷേ മറ്റ് ഇടങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം ഊർജിതപ്പെടുത്താൻ തന്നെയാണ് ഇവരുടെ ഒരു തീരുമാനം. മടങ്ങിയെത്താം. ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് അവിടുത്തെ വാർഡ് മെമ്പർ നൂറുദ്ദീൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ നൂറുദ്ദീൻ, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു വശത്ത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി താങ്കൾക്ക് അറിയിക്കാനുള്ളത്? സാർ, ഇപ്പോൾ നമ്മളെ പാലത്തിന്റെ പണികൾ ഏകദേശം തീരാറായിട്ടുണ്ട്.